നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ അദ്ദേഹത്തിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ഈ നയങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തെയും ലോക സമ്പദ് വ്യവസ്ഥയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ചൈന, കാനഡ, മെക്സിക്കോ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾക്ക് നേരെ ട്രംപ് താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ താരിഫുകൾ പലപ്പോഴും ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ ലംഘിക്കുന്നു എന്ന ആരോപണം നേരിട്ടിട്ടുണ്ട്. കൂടാതെ ഈ നയങ്ങൾ പലപ്പോഴും അമേരിക്കയുടെ സഖ്യകക്ഷികളെ പോലും ലക്ഷ്യമിടുന്നു. ഉദാഹരണത്തിന്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ 25% അധിക താരിഫ് ട്രംപ് അടുത്തിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഇന്ത്യയുമായുള്ള മൊത്തം താരിഫ് 50% ഉയർത്തി. ഈ നയങ്ങൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം ഇത് കയറ്റുമതിയെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. ട്രംപിന്റെ ഈ നീക്കങ്ങൾ വ്യാപാര തർക്കങ്ങൾക്കും ചിലപ്പോൾ വ്യാപാര യുദ്ധങ്ങൾക്കും വഴി തുറക്കുകയും ആഗോള സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ നടപടികൾ അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ലോകരാജ്യങ്ങളെയെല്ലാം മുൾമുനയിൽ നിർത്തുന്ന ട്രംപിന് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ബ്രസീലിയൻ പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയാണ് ഇതിന് കാരണം. തീരുവ സംബന്ധിച്ച ചർച്ചകൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കില്ലെന്നും പകരം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിക്കുമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ വ്യക്തമാക്കി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നയതന്ത്ര വിജയമാണ്. ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഭരണകൂടം 50% അധിക താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ട്രംപും ലുലയും തമ്മിലുള്ള ബന്ധം വഷളായത്. ട്രംപിന്റെ ഈ നടപടി ബ്രസീലിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു ഇടപെടലാണെന്ന് ലുലു ആരോപിച്ചു. മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ജായിർ ബോൾസോനാരോയ്ക്കെതിരെയുള്ള നിയമ നടപടികളെ ചൊല്ലിയുള്ള തർക്കമാണ് ഇതിന് പിന്നിലെ ഒരു പ്രധാന കാരണം. ബ്രസീലിയൻ പ്രസിഡന്റിന്റെ ഈ നീക്കം ട്രംപിന്റെ ഏകപക്ഷീയമായ വ്യാപാര നയങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വളരുന്ന അതൃപ്തിയുടെ സൂചനയാണ്. അതേസമയം മോദിയുമായുള്ള അടുത്ത ബന്ധം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനത്തിനും സാമ്പത്തിക ശക്തിക്കും തെളിവാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുന്നതിനും ഈ സാഹചര്യം സഹായകമാകും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ശക്തമായ സൗഹൃദം സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നയതന്ത്ര സമീപനങ്ങൾ ഇന്ത്യയെ ആഗോള വേദിയിൽ ഒരു പ്രധാന ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്നു. വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മോദി നിരന്തരം വിദേശയാത്രകൾ നടത്തുകയും ലോക നേതാക്കളുമായി വ്യക്തിപരമായ അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗഹൃദത്തിന്റെ ഈ അന്തരീക്ഷം ഇന്ത്യയുടെ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ബ്രസീൽ, ചൈന തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളുമായി മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇത് സഹായിച്ചു. വിവിധ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിനും മോദിയുടെ നയതന്ത്ര ബന്ധങ്ങൾ നിർണായകമായി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.